അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ കൺവേർഷൻ മെത്തേഡിൽ നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. സോ നമ്മൾ കഴിഞ്ഞ രണ്ട് പ്രോബ്ലം ചെയ്തു, അതിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് കുറച്ചുകൂടിയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റും കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ട ഒരു പ്രോബ്ലമാണ്. ഇതൊരു അല്പം എന്താ പറയുക, കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഓക്കെ, സോ നമുക്ക് ആദ്യം ചോദ്യം നോക്കാം. മിസ്റ്റർ ലോങ് കീപ്സ് ഓൺലി ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. ഹിസ് പൊസിഷൻ ഓൺ 1st January 2013 വാസ് ആസ് ഫോളോസ്. സോ 1st January 2013 പുള്ളിക്കാരൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ 1st January 2013 എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്പണിംഗ് ഡേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിൽ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഈ തന്നിരിക്കുന്നത്. ക്യാഷ് ഉണ്ട്, ഡെറ്റേഴ്സ് ഉണ്ട്, സ്റ്റോക്ക്, ഫർണിച്ചർ, ക്രെഡിറ്റേഴ്സ്. അപ്പോൾ നമുക്കിപ്പോൾ തന്നിരിക്കുന്നതനുസരിച്ച് അയാളുടെ ഓപ്പണിംഗ് ഡേറ്റിലെ ക്യാഷ്, ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ, ക്രെഡിറ്റേഴ്സ്, ഇത്രയും കാര്യങ്ങൾ ഓപ്പണിംഗ് ഡേറ്റിൽ തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ മിസ്സിംഗ് ആണ്. നമ്മുടെ കഴിഞ്ഞ ഇതുവരെ നമ്മൾ ചെയ്ത രണ്ട് പ്രോബ്ലത്തിലും ഓപ്പണിംഗ് ഡേറ്റിൽ ക്യാപിറ്റൽ അറിയായിരുന്നു. ഇവിടെ ഓപ്പണിംഗ് ഡേറ്റിലെ ക്യാപിറ്റൽ മിസ്സിംഗ് ആണ്. അങ്ങനെ വരുന്ന ആദ്യത്തെ പ്രോബ്ലമാണ്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓപ്പണിംഗ് ഡേറ്റിൽ ക്യാഷ് ഉണ്ട്, ഡെറ്റേഴ്സ് ഉണ്ട്, സ്റ്റോക്ക്, ഫർണിച്ചർ, ക്രെഡിറ്റേഴ്സ്. പക്ഷെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് വേണ്ടുന്നത് ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റൽ ഇവിടെ മിസ്സിംഗ് ആണ് അല്ലേ? ഓപ്പണിംഗ് ഡേറ്റിലെ ഡീറ്റെയിൽസിൽ ക്യാപിറ്റൽ കാണുന്നില്ല. അപ്പം നമുക്ക് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർ വരച്ച് ഈ അസറ്റുകളെല്ലാം, ഈ തന്നിരിക്കുന്ന അസറ്റുകളെല്ലാം അസറ്റ് സൈഡിലും പോസ്റ്റ് ചെയ്യുക, ഈ ലൈബിലിറ്റി സൈഡിലും പോസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബാലൻസ് ഫിഗർ ഓപ്പണിംഗിലെ ക്യാപിറ്റൽ ആയിരിക്കും അല്ലേ? അസറ്റ് മൈനസ് ലൈബിലിറ്റി ആണല്ലോ ക്യാപിറ്റൽ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഉപയോഗിച്ച് നമ്മൾ ഓപ്പണിംഗിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് വരയ്ക്കണം എന്നതാണ് ഒന്നാമത്തെ ജോലി. കാര്യം ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ലെങ്കിൽ അത് കണ്ടുപിടിക്കണം എന്നത് ഒന്നാമത്തെ ജോലിയായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഹിസ് ക്യാഷ് ട്രാൻസാക്ഷൻസ് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2013. അതായത് 2013 എന്ന ഒരു വർഷത്തെ അയാളുടെ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. നമ്മൾ ഇതിനു മുൻപ് ചെയ്ത രണ്ട് പ്രോബ്ലത്തിലും അയാളുടെ ക്യാഷ് ട്രാൻസാക്ഷൻ തന്നിരുന്നു. പക്ഷേ ആ രണ്ട് പ്രോബ്ലത്തിലും ഒരു ക്യാഷ് അക്കൗണ്ട് ആയിരുന്നു. വ്യത്യാസം മനസ്സിലാക്കുക. നമ്മൾ ചെയ്ത് കഴിഞ്ഞ രണ്ട് പ്രോബ്ലത്തിലും ക്യാഷ് ട്രാൻസാക്ഷൻ എന്നും പറഞ്ഞ് തരുന്നത് ഒരു ക്യാഷ് ബുക്കാണ്. ഇവിടെ പക്ഷേ ക്യാഷ് ബുക്ക് ഇല്ല, പകരം ട്രാൻസാക്ഷൻസ് എല്ലാം അതുപോലെ തന്നിരിക്കുകയാണ്. ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ക്യാഷ് ബുക്കായിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ക്ലോസിംഗ് ഡേറ്റിലെ ക്യാഷ് ബാലൻസ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കേട്ടോണേ, ക്യാഷ് ബുക്കാണ് തന്നിരിക്കുന്നതെങ്കിൽ, അതായത് കഴിഞ്ഞ രണ്ട് പ്രോബ്ലത്തിലും ക്ലോസിംഗ് ഡേറ്റിലെ ക്യാഷ് ബാലൻസ് എത്രയാണെന്നുള്ളത് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഇവിടെ പക്ഷേ കുറെ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എന്ത് തന്നിരിക്കത്തില്ല? ക്ലോസിംഗ് ഡേറ്റിലെ ക്യാഷ് എത്രയാണെന്ന് നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ മനസ്സിലാവത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയൂ? ഇങ്ങനെ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ് തരുന്നതെങ്കിൽ ഈ ട്രാൻസാക്ഷൻസ് എല്ലാം ഒരു ക്യാഷ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഇതെല്ലാം ആൻസറിന്റെ ഭാഗമാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു വലിയ കണക്കാണ്. ഓക്കെ, സോ ഈ തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് ക്യാഷ് അക്കൗണ്ട് വരയ്ക്കണം. ഈ ട്രാൻസാക്ഷൻസ് വെച്ച് നമ്മളൊരു ക്യാഷ് അക്കൗണ്ട് വരയ്ക്കണം. ആ സമയത്ത് റെസീപ്റ്റ് എല്ലാം റെസീപ്റ്റ് സൈഡിൽ എഴുതുക, പേയ്മെന്റ് എല്ലാം പേയ്മെന്റ് സൈഡിൽ എഴുതുക. ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കിയാൽ ക്ലോസിംഗ് ക്യാഷ് കിട്ടും. അപ്പോൾ ക്ലോസിംഗ് ക്യാഷ് കിട്ടുന്നതിന് വേണ്ടി ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഇതാ നോക്കാം, ഇവിടെ ക്യാഷ് സെയിൽ റെസീപ്റ്റ് ഫ്രം ഡെറ്റേഴ്സ്, അതും റെസീപ്റ്റ് ആണ്. കമ്മീഷൻ റിസീവ്ഡ് റെസീപ്റ്റ് ആണ്. പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ്, അത് പേയ്മെന്റ് ആണ്. ക്യാഷ് പർച്ചേസ് പേയ്മെന്റ് ആണ്. വേജസ് പേയ്മെന്റ്, സാലറീസ് പേയ്മെന്റ് ആണ്. റെന്റ് പേയ്മെന്റ് ആണ്. ബിസിനസ് എക്സ്പെൻസസ് പെയ്ഡ്. അപ്പോൾ റെസീപ്റ്റും ഉണ്ട്, പേയ്മെന്റും ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? റെസീപ്റ്റും പേയ്മെന്റും നന്നായിട്ട് മനസ്സിലാക്കി ഒരു ക്യാഷ് അക്കൗണ്ട് വരച്ച് ക്ലോസിംഗ് ഡേറ്റിലെ ക്യാഷ് ബാലൻസ് കണ്ടുപിടിക്കണം. അതാണ് രണ്ടാമത്തെ ജോലി. ഇപ്പോൾ ഒന്നാമത്തെ ജോലി എന്താണ്? ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇല്ല. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിൽ ഐറ്റംസ് വെച്ച് ഓപ്പണിംഗിലെ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ജോലി, ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്, ക്യാഷ് ബുക്ക് അല്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു ക്യാഷ് ബുക്ക് വരച്ച് ക്യാഷിന്റെ ബാലൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഓൺ 31st December സൺട്രി ഡെറ്റേഴ്സ് ഉണ്ട്, ക്ലോസിംഗിൽ സ്റ്റോക്ക് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ക്ലോസിംഗ് ഡേറ്റിൽ ഡെറ്റേഴ്സ് തന്നിട്ടുണ്ട്, സ്റ്റോക്ക് തന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, റെന്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ട്, ഡിപ്രീസിയേഷൻ ഉണ്ട്. അതൊക്കെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്കറിയാലോ. അപ്പോൾ നമുക്ക് ഇതുവരെയുള്ള ജോലികൾ എങ്ങനെയൊക്കെയാണെന്ന് ഒന്ന് സോർട്ട് ചെയ്ത് നോക്കാം.
ഓപ്പണിങ്ങിലെ പൊസിഷൻ തന്നിരിക്കുന്നത് ഉപയോഗിച്ച് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം, ഒന്നാമത്തെ ജോലി. ക്യാഷിന്റെ ട്രാൻസാക്ഷൻസ് ഇങ്ങനെ തന്നിരിക്കുന്നത് കൊണ്ട് ക്യാഷ് അക്കൗണ്ട് വരച്ച് ക്യാഷിന്റെ ബാലൻസ് കണ്ടുപിടിക്കണം, രണ്ടാമത്തെ ജോലി. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോണേ, ഓപ്പണിംഗ് ഡേറ്റിൽ, ഇത് ഓപ്പണിംഗ് ആണ്, ഡെറ്റേഴ്സ് ഉണ്ട് ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ഓപ്പണിംഗ് ഡേറ്റിൽ ഡെറ്റേഴ്സ് ഉണ്ട് ക്രെഡിറ്റേഴ്സും ഉണ്ട്. ഇവിടെ ക്യാഷ് ട്രാൻസാക്ഷൻ നോക്കിയാൽ ഡെറ്റേഴ്സിന്റെ പൈസ കിട്ടിയിട്ടുമുണ്ട്, ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുത്തിട്ടുമുണ്ട്. ക്ലോസിംഗ് ഡേറ്റ് നോക്കുമ്പോഴും ഡെറ്റേഴ്സും ഉണ്ട് ക്രെഡിറ്റേഴ്സും ഉണ്ട്. അപ്പൊ നമ്മുടെ ബിസിനസ്സിന് ക്രെഡിറ്റ് പർച്ചേസും ഉണ്ട് ക്രെഡിറ്റ് സെയിലും ഉണ്ടെന്ന് ഉറപ്പാണ് അല്ലേ? ഓപ്പണിംഗിൽ ഡെറ്റേഴ്സ് ഉണ്ട്, ഡെറ്റേഴ്സിന്റെ പൈസ കിട്ടിയിട്ടുണ്ട്. ക്ലോസിംഗിൽ ഡെറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ക്രെഡിറ്റ് സെയിൽ നടന്നിരിക്കണം. ഓപ്പണിംഗിൽ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുത്തിട്ടുണ്ട്. ക്ലോസിംഗിലും ക്രെഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ട്. ക്രെഡിറ്റ് സെയിലിന്റെയും ക്രെഡിറ്റ് പർച്ചേസിന്റെയും എമൗണ്ട് എത്രയാ? ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ക്രെഡിറ്റ് പർച്ചേസിന്റെയും ക്രെഡിറ്റ് സെയിലിന്റെയും എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഡെറ്റേഴ്സ് അക്കൗണ്ട് വരച്ച് ക്രെഡിറ്റ് സെയിലും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരച്ച് ക്രെഡിറ്റ് പർച്ചേസും കണ്ടുപിടിക്കണം. ഇത്രയും കാര്യം ആദ്യം കണ്ടുപിടിക്കണം. ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം, ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് കണ്ടുപിടിക്കണം, ക്രെഡിറ്റ് സെയിലിന്റെ എമൗണ്ട് കണ്ടുപിടിക്കണം, ക്രെഡിറ്റ് പർച്ചേസ്. ഈ 4 കാര്യം ഇതിനകത്ത് തന്നിട്ടില്ല, നമ്മളത് കണ്ടുപിടിച്ചെടുക്കണം. അതാണ് നമ്മുടെ ജോലി. അത് കഴിഞ്ഞിട്ടാണ് ട്രേഡിംഗ് P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും വരയ്ക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. 1 ജാനുവരി 2013 ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർ വരച്ചാൽ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടും. അസറ്റ് എല്ലാം അസറ്റ്സിൽ എഴുതുക, ലൈബിലിറ്റിയിൽ എഴുതുക. ഓപ്പണിംഗ് ഡേറ്റിലെ ഐറ്റംസ് ആണ് കേട്ടോ. ഈ ഐറ്റംസ് ഒരു ബാലൻസ് ഷീറ്റിലോട്ട് മാറ്റി ഇടുകയാണെന്നുണ്ടെങ്കിൽ ബാലൻസ് ഫിഗർ 16,850 ആണ് നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർ വരയ്ക്കുമ്പോൾ തന്നിരിക്കുന്ന അസറ്റ് എല്ലാം അസറ്റിൽ പോസ്റ്റ് ചെയ്യുക, ലൈബിലിറ്റീസ് ആയിട്ട് പോസ്റ്റ് ചെയ്താൽ ഡിഫറൻസ് ഫിഗർ കാണും 16,850. സോ ഈ 16,850 ആണ് നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓക്കെ, പിന്നീട് എന്താണ്? ക്യാഷ് അക്കൗണ്ട് വരയ്ക്കണം. ക്യാഷ് അക്കൗണ്ട് വരയ്ക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ക്യാഷ് അക്കൗണ്ട് വരയ്ക്കുന്നത് ക്ലോസിംഗ് ക്യാഷ്, ഈ ഐറ്റം, ഈ ക്ലോസിംഗ് ക്യാഷ് കിട്ടുന്നതിന് വേണ്ടിയാണ്. പക്ഷേ പല സ്റ്റുഡൻസും തെറ്റിക്കുന്നത് എന്താണെന്നറിയാവോ? പലരും ഞാൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഈ ക്യാഷ് ട്രാൻസാക്ഷൻ എഴുതി അങ്ങ് തുടങ്ങും. എല്ലാം മനസ്സിലാവുന്നു. ക്യാഷ് ട്രാൻസാക്ഷൻ എടുത്ത് തകർത്ത് വെച്ച് റെസീറ്റും പേയ്മെന്റും എഴുതി അങ്ങ് തീർത്തങ്ങ് ബാലൻസ് ചെയ്യും. പക്ഷേ അവര് മിസ്സായി പോകുന്നൊരു ഐറ്റം ഉണ്ട്. ഓപ്പണിംഗിൽ ക്യാഷ് ഉണ്ട്. ഓപ്പണിംഗിൽ ക്യാഷ് ഉണ്ട് കണ്ടോ. ഓപ്പണിംഗ് ഡേറ്റിൽ ക്യാഷ് ഉണ്ട്. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിലെ ക്യാഷ് വേണം നമ്മുടെ ക്യാഷ് അക്കൗണ്ടിൽ തുടങ്ങാൻ. ഇത് പലരും മിസ്സാവും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ക്ലാസ് കേൾക്കുന്നവരെങ്കിൽ ഇതൊന്ന് ഓർത്തുക. ക്യാഷ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഓപ്പണിംഗ് ഡേറ്റിലെ ക്യാഷ് എടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ക്യാഷ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആ ഓപ്പണിംഗ് ക്യാഷ് വെച്ചായിരിക്കണം. ഓക്കെ, പിന്നീട് ക്യാഷ് ട്രാൻസാക്ഷൻസിൽ റെസീപ്റ്റ് എല്ലാം പോസ്റ്റ് ചെയ്യുന്നു, പേയ്മെന്റ് എല്ലാം പോസ്റ്റ് ചെയ്യുന്നു. ബാലൻസ് ഫിഗർ 17,450 ആണ് ക്ലോസിംഗ് ക്യാഷ്. അപ്പോൾ ഈ ക്യാഷ് അക്കൗണ്ട് നമ്മുടെ ആൻസറിന്റെ ഭാഗമാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് വെച്ച് ക്ലോസിംഗ് ക്യാഷ് കിട്ടി. നെക്സ്റ്റ് ഡെറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുന്നത് എന്തിനു വേണ്ടിയാ? ക്രെഡിറ്റ് സെയിലിന് വേണ്ടി. അറിയാലോ ഇത് വരയ്ക്കാനൊക്കെ. ഓപ്പണിംഗ് ഡെറ്റേഴ്സ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്, ക്ലോസിംഗ് ഡെറ്റേഴ്സ്, ബാലൻസ് ഫിഗർ ക്രെഡിറ്റ് സെയിൽ എന്ന് കിട്ടും. ഇതിപ്പോൾ നമ്മൾ കുറേ ചെയ്തതാണ്. ഇനി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, ഓപ്പണിംഗ് ഫിഗർ, ക്യാഷ് കൊടുത്തത്, ബാലൻസ് ക്രെഡിറ്റർ. സോ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ക്രെഡിറ്റ് പർച്ചേസ് കിട്ടും. അപ്പോൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടി, ക്ലോസിംഗ് ക്യാഷ് കിട്ടി, ക്രെഡിറ്റ് സെയിൽ കിട്ടി, ക്രെഡിറ്റ് പർച്ചേസ് കിട്ടി. ഇത്രയും കാര്യം, ഇതാണ് ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ. ഈ 4 കാര്യം കണ്ടുപിടിക്കുന്നതിനകത്താണ് നമ്മുടെ ഏറ്റവും വലിയ കഴിവ്. ഈ 4 കാര്യമായിരിക്കും മിക്കവാറും മിസ്സിങ്. ഓക്കെ, അപ്പോൾ ഇത് 4 ആദ്യമേ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട്. ഇത് പഴയ കണക്ക് തന്നെ. ഡെബിറ്റിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി, പർച്ചേസ് എന്ന് പറയുമ്പോൾ ക്യാഷും ക്രെഡിറ്റും എഴുതി, വേജസിൽ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ്, വേജസിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് കൂട്ടി. ക്രെഡിറ്റ് സൈഡിലോട്ട് വന്നാൽ സെയിൽ, ക്യാഷും ഉണ്ട് ക്രെഡിറ്റും ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. അതെല്ലാം പഴയ കണക്ക് തന്നെ. ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി, ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ ചെയ്ത് P&L തുടങ്ങുവാണ്. സാലറി, റെന്റ് പെയ്ഡിന് അഡ്വാൻസ് കുറച്ചു, ബിസിനസ് എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ കാണാൻ പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. പിന്നെ ഒരു ഇൻകം ഉണ്ട്, കമ്മീഷൻ റിസീവ്ഡ്. എല്ലാം കഴിഞ്ഞ് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. ഓക്കെ, ദെൻ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ഇത് നമ്മൾ കണ്ടുപിടിച്ചതാണ്. 16,850 കണ്ടുപിടിച്ചു. അതിനോട് നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തു. പിന്നെ 2 ലൈബിലിറ്റി ഉള്ളത് ക്ലോസിംഗ് ക്രെഡിറ്ററും ഔട്ട്സ്റ്റാൻഡിംഗ് വേജസുമാണ്. അസറ്റ് വന്നാൽ ഈ ക്യാഷ് ഇൻ ഹാൻഡ് ഏതാണെന്നറിയോ? ക്ലോസിംഗ് ആണ്. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഇതിനു വേണ്ടി നമ്മൾ കണ്ടുപിടിച്ചത്. ഇവിടെ ഈ ബാലൻസ് ഷീറ്റിൽ ഈ ക്യാഷ് എഴുതാൻ വേണ്ടിയാണ് നമ്മൾ ആ ക്യാഷ് അക്കൗണ്ട് വരച്ചത്. അപ്പോൾ ക്യാഷ് എഴുതി, ഡെറ്റേഴ്സ് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, ഫർണിച്ചറിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചു, റെന്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് അസറ്റ് ആണ്. ബാലൻസ് ഷീറ്റ് ടാലി ആക്കുക.
അപ്പോൾ ഈ ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റിൻ്റെയും പ്രിപ്പറേഷൻ നമുക്കൊരു ബുദ്ധിമുട്ടേ അല്ല. കാര്യം അത് നമ്മൾ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞതാണ്, പഴയ ടോപ്പിക്കുകളിലൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ച് കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മിസ്സിംഗ് ഫിഗറുകൾ കണ്ടുപിടിക്കാനാണ് ഈ മൊഡ്യൂളിൽ ശ്രദ്ധ കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ എന്തൊക്കെയാണ് മിസ്സിംഗ്? ഓപ്പണിംഗ് ക്യാപിറ്റൽ മിസ്സിംഗ് ആയിരുന്നു, അത് ഓപ്പണിംഗ് ഡേറ്റിൽ ഒരു ബാലൻസ് ഷീറ്റ് വരച്ചാൽ കണ്ടുപിടിക്കാം. ക്ലോസിംഗ് ക്യാഷ് മിസ്സിംഗ് ആയിരുന്നു, ഒരു ക്യാഷ് അക്കൗണ്ട് വരച്ചാൽ കണ്ടുപിടിക്കാം. ക്രെഡിറ്റ് സെയിൽ മിസ്സിംഗ് ആണ്, ഡെറ്റേഴ്സ് അക്കൗണ്ട് വരച്ചാൽ കണ്ടുപിടിക്കാം. ക്രെഡിറ്റ് പർച്ചേസ് മിസ്സിംഗ് ആണ്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരച്ചാൽ കണ്ടുപിടിക്കാം. ഇത്രയും കാര്യം എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പണ്ട് പഠിച്ച പോലെ ട്രേഡിംഗ് അക്കൗണ്ട്, പി ആൻഡ് എൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ കൺവേർഷൻ മെത്തേഡ്. ഓക്കെ, സോ ഇനി ഒരു പ്രോബ്ലം കൂടെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യിപ്പിക്കാം. അത് കുറച്ചുകൂടി അപ്പം ടൈറ്റ് ആയിരിക്കും, ഇതിനേക്കാളും കുറച്ചുകൂടി ടൈറ്റ്. ഓക്കെ, അവിടെ വരെയൊക്കെ മാക്സിമം നിങ്ങൾ പഠിക്കേണ്ട കാര്യമുള്ളൂ. ഇതിനേക്കാളും ടഫായിട്ട് കണക്കല്ല, ഇതിനേക്കാൾ കൂടുതൽ എന്താ പറയുക ഐറ്റംസ് വരുന്നൊരു കണക്ക് നമുക്കിനി ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ.